ബിരിയാണി നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? തൃശ്ശൂരിലെ ചില ഭാഗത്ത് ബിരിയാണി റൈസായും ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. കഴുകിയ ചിക്കൻ്റെ വെള്ളം പോവാനായി അരിപ്പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. സവാള 4 എണ്ണവും തക്കാളി 3 എണ്ണവും ചെറുതായി അരിഞ്ഞെടുക്കണം. ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കണം. ഞാനിപ്പോൾ മിക്സിയിൽ ഇട്ട് അരയ്ക്കുകയാണ്. കൂടെ 4 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഈ ഒരു രൂപത്തിൽ പേസ്റ്റ് പോലെ ആവണം. മല്ലിച്ചപ്പും ചെറുതായി അരിഞ്ഞെടുക്കണം. അടുപ്പിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഉരുളിയിൽ വെക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നാണ് ഇവിടുത്തെ ഏട്ടൻ പറയണത് കേട്ടോ. അരിഞ്ഞ സവാളയെല്ലാം നന്നായിട്ട് വാട്ടിയെടുക്കാം. നന്നായി വാടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളത് നന്നായിട്ട് വാട്ടിയെടുക്കണം. ശേഷം കറിവേപ്പില ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി വാട്ടിയെടുക്കുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ച ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏട്ടൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കണം. അണ്ടിപ്പരിപ്പും ബദാമും അരച്ച് ചേർക്കുന്നതും കൂടി നല്ലതാണ്. തൃശ്ശൂരിൽ നമ്മൾ വിരുന്ന് പോയപ്പോൾ അവിടുത്തെ ഏട്ടനുണ്ടാക്കിയ അടിപൊളി ഐറ്റമാണിത്. ഇത് സൂപ്പറാണ്. ഇനി ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഒന്ന് ചൂടാവുമ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഈ ഒരു പാകമാവുമ്പോഴാണ് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ചിക്കൻ അടി പിടിക്കാതെ വേവിച്ചെടുക്കണം. എല്ലാം ഒന്ന് സെറ്റാവാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉരുളി മൂടി വയ്ക്കാൻ വാഴലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാഴലേൻ്റെയും കൂടി ടേസ്റ്റ് വരുമെന്നാണ് ഇവിടെ പറയുന്നത്. ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒന്നും കൂടി മുകളിൽ വിതറി കൊടുക്കണം. അങ്ങനെ ചിക്കൻ ഫ്രൈ റെഡിയായി. ഇനി ബിരിയാണി റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. തിളച്ച വെള്ളത്തിൽ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, പച്ചപ്പട്ടാണി വേവിച്ചത് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യും ചേർത്ത് കൊടുക്കാം. 1.5 കിലോ അരിയാണ് കഴുകി വെച്ചത്. പൈനാപ്പിൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. വളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലിട്ടിട്ട് വറുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി അടിപൊളിയാണേ. എല്ലാവരും ട്രൈ ചെയ്യൂ.